ഖിയാമത്തിന്റെ മുമ്പ് മസീഹുദ് ദജ്ജാൽ വരുന്നതിന് മുമ്പ് മഴ കിട്ടാത്ത 3 വർഷങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ്. മഴ ഇങ്ങനെ കുറഞ്ഞു വന്ന് ഒരുപക്ഷെ വളരെ സ്കെയറായി മഴ തീരെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നാടുകൾ നീങ്ങുമോ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കാനുണ്ട്. ഇന്ന ഖിബല ഖുറൂജിദ് ദജ്ജാൽ 3 സനവാതിൻ ഷിദാദ്, പ്രയാസമുള്ള 3 വർഷങ്ങൾ മസീഹുദ് ദജ്ജാലിന്റെ വരവിന്റെ മുമ്പ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. യുസീബുന്നാസ ഫീഹാ ജൂഉൻ ശദീദ്, അതിശക്തമായ വിശപ്പ് ജനങ്ങൾ അനുഭവിക്കുന്ന കാലം വരും. തിന്നാൻ ഭക്ഷണം കിട്ടാത്ത കാലം വരും. അരിയില്ല, ഗോതമ്പ് കിട്ടാനില്ല എന്ന് പറയുന്ന കാലം, ഭക്ഷിക്കാനൊന്നുമില്ല. അങ്ങനെ ലോകത്താകമാനം ഫുഡ് സ്കേസിറ്റി, ഭക്ഷണത്തിന്റെ ലഭ്യത കുറഞ്ഞു പോകുന്ന ഒരു പരീക്ഷണം ഖിയാമത്തിന്റെ മുമ്പ് 3 വർഷങ്ങൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മാറും. 3 വർഷങ്ങളിൽ ഈ പ്രയാസമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സംഭവിക്കാന്നറിയോ? യഅ്മുറുല്ലാഹു സ്സമാഅ ഫിസ്സനത്തിൽ ഊലാ അൻ തഹ്ബിസ സുലുസ മത്വരിഹാ, ലോകത്ത് പെയ്യുന്ന മഴയുടെ 1/3 ആ വർഷം പെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ ആജ്ഞയുണ്ടാകും. അങ്ങനെ ഭൂമിയിൽ ലഭ്യമാകുന്ന മഴയിൽ 1/3 മൈനസാവും, കുറയും. 1/3 മഴ കിട്ടൂല ആ വർഷം. ഭൂമിയോട് പറയും വയഅ്മുറുൽ അർള അൻ തഹ്ബിസ സുലുസ നബാതിഹാ, ഭൂമിയിൽ മുളക്കുന്ന വിളയുടെ കൃഷിയുടെ 1/3 ഭൂമിയെ നീ പിടിച്ചു വെക്കണം എന്ന് അല്ലാഹു പറയും. അങ്ങനെ കൃഷിയിൽ 1/3 കുറവുണ്ടാകും ഒരു വർഷം. രണ്ടാമത്തെ വർഷം രണ്ടാം വർഷം അല്ലാഹു മഴയോട് പറയും മഴയുടെ 2/3 ഭാഗം പിടിച്ചു വെക്കണം. പിന്നെ 1/1 ബാക്കിയുള്ളൂ. ചെടികളോട്, ഭൂമിയോട് നിന്റെ കൃഷിയുടെ 2/3 ഭാഗം വിളവ് വേണ്ട. അപ്പൊ ജനങ്ങൾക്ക് ഭക്ഷ്യക്ഷാമം വരും. മൂന്നാമത്തെ ഒരു വർഷം അവിടെ 3-ാമത്തെ വർഷം അല്ലാഹു മഴയോട് പൂർണ്ണമായും വേണ്ടെന്ന് പറയും. ആകാശത്തോട് മഴ വേണ്ട, ഭൂമിയോട് 1 വർഷം കൃഷിയും വേണ്ട. എവിടെയും കൾട്ടിവേഷൻ, ഫാമിംഗ് നടക്കൂല. അതിന് സാധ്യമായ വെള്ളത്തിന്റെ ലഭ്യത കുറവുണ്ടാകും. ഇങ്ങനെ 3 വർഷങ്ങൾ ഉണ്ടാകും. മാഷാ അല്ലാഹുവിന്റെ ഒരു വലിയ പരീക്ഷണമാണത്. യാ അല്ലാഹ്.